ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് അശ്വതി നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് അശ്വതി നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ബലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. അശ്വതി നക്ഷത്രക്കാർക്ക് 2025 ആണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിൽ ഉദര സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾക്ക് ഇട കാണുന്നുണ്ട്. അതുകൊണ്ട് പുറത്തു നിന്നൊക്കെ ആഹാരം വാങ്ങി കഴിക്കുന്നത് ഒന്ന് ഒഴിവാക്കുക. കഴിയാവുന്നത് മത്സ്യമാംസാദികളൊക്കെ ഒന്ന് ഒഴിവാക്കുക. സ്വന്തം പ്രവർത്തികൾ മൂലം ഏറ്റവും അടുത്തുള്ള ബന്ധുക്കളൊക്കെ അകന്നു പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ പ്രവർത്തന രംഗത്തൊക്കെ വൻ മുന്നേറ്റമാണ് കാണുന്നത് ഈ സമയങ്ങളിൽ. അതുപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തിക നില കൂടുതൽ മെച്ചപ്പെടുന്ന ഒരവസ്ഥയാണ്. ധനാഗമനം പല ദിക്കിൽ നിന്നുണ്ടാവും. സ്വന്തമായിട്ട് ഒരു ഗൃഹം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പുതിയ വീട് പണിയുകയോ അല്ലെങ്കിൽ നിലവിലുണ്ടായിരുന്നത് പുതുക്കി പണിയുകയോ ഒക്കെ ചെയ്യാവുന്ന സമയമാണ്. മാതാപിതാക്കളുടെ വിരോധം സമ്പാദിക്കുന്നൊരു സമയമാണ്. അങ്ങനെയുള്ള വിരോധങ്ങളൊക്കെ സമ്പാദിക്കാനായിട്ടുള്ള അവസരങ്ങൾ വരുന്നതാണ്. വിരോധം സമ്പാദിക്കാതെ സൂക്ഷിക്കുക. നിങ്ങൾ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അങ്ങേയറ്റം പ്രയത്നിക്കേണ്ടതായിട്ടൊക്കെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. വിദ്യാഭ്യാസ രംഗവുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ നീക്കുന്ന ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളൊക്കെ ആയിട്ടിരിക്കുന്നവർക്ക് വൻ പുരോഗതി ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങൾ ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങിക്കൂട്ടാനുള്ള സാധ്യതയുള്ള സമയമാണ് ഈ നവംബർ ഡിസംബർ മാസം. കുടുംബ അന്തരീക്ഷം സന്തോഷകരമായി തീരുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾക്ക് ഈശ്വര അനുഗ്രഹമൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു സമയമാണ്. എങ്കിലും കൂട്ടുകച്ചവടം നഷ്ടത്തിന് ഇടവരുത്തുന്ന ഒരു സാഹചര്യം കൂടി കാണുന്നു. നിങ്ങളുടെ എല്ലാ രംഗങ്ങളിലും വൻ പുരോഗതി ഉണ്ടാകുന്ന ഫലമാണ്. ലാഭങ്ങൾക്ക് ബിസിനസ്സിലുള്ളവർക്കൊക്കെ ലാഭവും പുരോഗതിയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ധനസമ്പാദന മാർഗമൊക്കെ ഒരുവിധം മെച്ചപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ് ഈ സമയങ്ങളിൽ. വിദേശ ജോലി ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള യോഗം കാണുന്നു. നിങ്ങൾക്ക് ഡിസംബർ മാസമൊക്കെ ആകുമ്പോൾ മാതൃഗുണം കൂടുതലായിട്ട് ഉണ്ടാകുന്ന സമയമാണ്. ചിലർക്കൊക്കെ ഗൃഹഭാഗ്യം, പുതിയ വീട് വാങ്ങാനുള്ള സാധ്യത കാണുന്നു. അല്ലെങ്കിൽ വീട് പണി പൂർത്തീകരിച്ചിട്ട് കയറി താമസിക്കാനുള്ള ഹൗസ് വാമിംഗ് ഒക്കെ നടത്താനുള്ള സാധ്യത കാണുന്നു. വർഷാവസാനം കാലം നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ധനലാഭവും ജീവിത വിജയവും ഒക്കെ ഉണ്ടാവുന്നൊരു സമയമാണ് ഈ നവംബർ ഡിസംബർ മാസം. സന്താനങ്ങളുടെ വരുമാന മാർഗത്തിലൊക്കെ ഗണ്യമായ വർധനമുണ്ടാകുന്നതുകൊണ്ട് തന്നെ സന്താന ഭാഗത്തു നിന്നും ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാവുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക്. നിങ്ങൾ പുണ്യകർമ്മങ്ങൾ ചെയ്തും പുണ്യസ്ഥലങ്ങളുമൊക്കെ ദർശിക്കേണ്ട സമയമാണ്. പുണ്യകർമ്മങ്ങൾ ചെയ്യുക, അന്നദാനം നടത്തുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. കഴിയാവുന്ന ക്ഷേത്രങ്ങളൊക്കെ സപ്താഹം പോയി ശ്രവിക്കുന്നതൊക്കെ ഈ സമയത്ത് ഗുണകരമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനായിട്ട് ശ്രീകൃഷ്ണ പ്രീതി ആവശ്യമാണ്. ഭഗവാന്റെ ചരണങ്ങളിൽ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ തീർച്ചയായിട്ടും നിങ്ങളെ കൈവിടുകയില്ല. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.